നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 4-ാമത്തെ അധ്യായം, വാചികം 2-ാമത്തെ ഭാഗം 3-ാമത്തെ ശ്ലോകം. 4-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം. ശൗനകൻ പറഞ്ഞു. ശൗനക ഉവാച. എന്താണ്? കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുന കുത സംചോദിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. കസ്മിൻ യുഗേ, ഏത് യുഗത്തിലാണ്, സ്ഥാനേ, എവിടെ ഇരുന്നിട്ടാണ്, കേന ഹേതുന വാ, എന്ത് കാരണം കൊണ്ടാണ്, കേന എന്തുകൊണ്ട്, എന്ത്, ഹേതുന കാരണം, വാ അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, കേന ഹേതുന വാ, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണോ ഇയം പ്രവൃത്ത, ഇങ്ങനെ ഒരു ഉപദേശം നടന്നത്, ഭാഗവതം ഉപദേശം നടന്നത്. കൃഷ്ണ മുനിഹി, അപ്പോൾ ശ്രീകൃഷ്ണ തന്നെയാണ്. അവിടെ കൃഷ്ണ വെച്ചാൽ കൃഷ്ണ അല്ല, ശ്രീശുഖബ്രഹ്മർഷിയാണ്. അപ്പോൾ ഈ കൃഷ്ണ മുനി, കറുത്ത മുനി, അതുപോലെ കൃഷ്ണമുനി. കൃഷ്ണമുനിക്ക് വ്യാസന് കൃഷ്ണൻ എന്നുള്ള പേരുണ്ട്. ദ്വൈപായന ദ്വീപിൻ്റെ നടുക്കിൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യാസൻ, അദ്ദേഹത്തിനും കൃഷ്ണ അങ്ങനെ പേരുണ്ട്. അപ്പോൾ ദ്വൈപായന കൃഷ്ണൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ. അപ്പോൾ കൃഷ്ണൻ തന്നെ അവരൊക്കെ. കൃഷ്ണൻ്റെ അർത്ഥങ്ങൾ കുറേ ഉണ്ട്. ഏതാണ് നമ്മളെ ഭഗവാങ്കൽ എത്തിക്കാനുള്ള മാർഗത്തെ പറഞ്ഞു തരുന്നവരാണ് കൃഷ്ണനും. അതാണ് കകാര കമലാകാന്ത. അപ്പം അങ്ങനെ ഈ കൃഷ്ണൻ, ഈ വ്യാസമുനി, കുതഹ സംചോദിത, എന്ത് പ്രേരണ കൊണ്ടാണ് ഈ സംഹിതകളെ കൃതവാൻ, കൂട്ടിച്ചേർത്തത്, ചെയ്തത് എന്നാണ് അർത്ഥം, ഉണ്ടാക്കിയത് എന്നാണ് അർത്ഥം. പാരമഹംസ്യാം സംഹിതായാം, പരമഹംസന്മാരാൽ പറയപ്പെട്ടതിനെ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ്. പാരമഹംസ്യാം സംഹിതായാം, പരമഹംസന്മാരുടെ, പാരമഹംസ സംഹിതായാം, ആ സംഹിതകളെ, അതൊക്കെ ഓരോ കഥകളാണ്. ഒന്നുകിൽ കഥകളായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപദേശമോ പലതുമായി, അതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഇത്, ഈ സംഹിതയെ കൃതവാൻ, എന്തിനുണ്ടാക്കി, എപ്പോൾ ഉണ്ടാക്കി, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിട്ടുണ്ടോ, എവിടെ വെച്ചിട്ടാണ് അതുണ്ടാക്കിയത് ചോദ്യമാണ്. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുന കുത സംചോദിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. കസ്മിൻ യുഗേ, ഏത് യുഗത്തിലാണ്, പ്രവൃത്ത ഇയം ആണ് പ്രവൃത്തേയം. ആ ഈ കൂടി ചേരുമ്പോൾ എ എന്ന് വരും. പ്രവൃത്ത ഇയം. അങ്ങനെ ഈ പ്രവർത്തനം, ഇയം പ്രവർത്തനം, പ്രവൃത്ത ഇയം പ്രവൃത്ത, ഇങ്ങനെയുള്ള പ്രവൃത്തി. സ്ഥാനെ, ഏത് സ്ഥാനത്തിൽ, വാ, അത് കൂട്ടിച്ചേർക്കുന്ന, വാചകത്തിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഇതാണ് പ്രത്യയം. ഏതായാലും അത് അതിൻ്റെ വിശദീകരണം സംസ്കൃതം പഠിച്ചവരോട് ചോദിക്കാം. കേന ഹേതുന, എന്ത് കാരണം കൊണ്ട്, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന സംശയമാണ് ആ വാഗ് എന്നുള്ള അതിൻ്റെ ഇത് വരിക. അപ്പം അതുകൊണ്ട് അത് പല സന്ദർഭങ്ങളിലും അതിന് അർത്ഥവ്യത്യാസങ്ങൾ വരും. അപ്പം ഇവിടെ അങ്ങനെയാണോ, ഏത് കാരണം കൊണ്ടാണ്, ഏത് സ്ഥാനത്ത് വെച്ചിട്ടാണ് ഇത്, ഈ പ്രവൃത്തി ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്, കുതഹ സംചോദിത, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രേരണ ഉണ്ടായി, കുതഹ സംചോദിത, ആ പ്രേരണയുടെ അതിനൊരു ഹേതുണ്ടാവും. ആ കാരണം എന്താ, എന്തുകൊണ്ട് സംചോദിത, ഇങ്ങനെ പ്രേരിപ്പിക്കപ്പെട്ടു, ചോദിക്കപ്പെട്ടു, സഞ്ചോദിത, ഉള്ളിൽ നിന്നുള്ള പ്രേരണയാണ്. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ പറയൂ, അതൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാരണം ഉണ്ടായല്ലോ. ആ പ്രചോദനം എങ്ങനെ കിട്ടി, കൃഷ്ണ, ഈ വ്യാസമുനിക്ക് കൃതവാൻ, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത്, എന്നിട്ടാണല്ലോ ഇത് ചെയ്തത്. അപ്പോൾ എപ്പോഴാണ് ചെയ്തത്, എന്തിനാ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എവിടെ ഇരുന്നിട്ടാണ് ചെയ്തത്, സംഹിതാം, ഈ സംഹിതകളെ, ഭാഗവതമാകുന്ന പാരമഹംസ്യാം സംഹിതായ, ഈ ഭാഗവതത്തെ, ശ്രീമദ് ഭാഗവതത്തെ, ഈ കൃഷ്ണ മുനിഹി, ഈ വ്യാസനാകുന്ന പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനായിട്ടുള്ള ഈ വ്യാസൻ എന്തിനു വേണ്ടിയിട്ട് ഇപ്രകാരം ചെയ്തു, കൃഷ്ണദ്വൈപായനൻ. അപ്പോൾ കൃഷ്ണ എന്നേ പറഞ്ഞുള്ളൂ, ബാക്കി ദ്വൈപായനൻ നമ്മൾ കൂട്ടിച്ചേർക്കണം.
അപ്പോൾ കൃഷ്ണദ്വൈപായനായിട്ടുള്ള ഈ മുനി എന്തിനു വേണ്ടിയിട്ട് ചെയ്തു? ഏത് സ്ഥാനത്ത് എന്തിനെ സംഹിത ഉണ്ടാക്കി? വ്യാസമഹർഷി എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്? എപ്പോഴാണ് പറഞ്ഞത്? എങ്ങനെയാണ് എഴുതിയത്? എവിടെ വെച്ചിട്ടാണ് എഴുതിയത് എന്ന് ചോദ്യം. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുന കുത സംചോദിത കൃഷ്ണ കൃതവാൻ സംഹിത മുനി. കൃഷ്ണദ്വൈപായനൻ എന്തിനാണ് ഇത്, എവിടെ വെച്ചിട്ടാണ് ഭാഗവതത്തെ കൂട്ടിച്ചേർക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, എപ്പോ, ഇങ്ങനെയെല്ലാം ചോദിച്ചു. 4-ാമത്തെ ശ്ലോകം. തസ്യ പുത്രോ മഹായോഗി സമദൃ നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. കുറച്ചുകൂടി പ്രത്യേകതയുണ്ട് ഈ ശ്ലോകത്തിന്. സമദൃക്, സമമായിട്ട് കാണാനുള്ള ഒരു കഴിവ്, സമത്വബുദ്ധി, അതേപോലെ സമഭാവന, എല്ലാവരെയും ഒരേപോലെ. അത് ഭാവനയിൽ അത് വരല അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് നാനാത്വം ഈ സത്വരജ സമോ ഗുണങ്ങളെ കൊണ്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര മനുഷ്യന്മാരിൽ വന്നു. പ്രായം, അധികാരം, സ്ഥാനം, എന്തെല്ലാം, അച്ഛൻ, അമ്മ, ഭാര്യ, പല സ്ഥാനങ്ങളാണ്. അപ്പോൾ സമദ്രക്ക് അത്ര എളുപ്പമല്ല. ശ്രീ ശിവബ്രഹ്മർഷി ഭാഗവതം പഠിച്ചതിൻ്റെ ശേഷം മിഥില രാജ്യത്ത് പോയിട്ട് നിമി രാജാവിൽ നിന്നും വിദ്യ നേടാൻ വേണ്ടിയിട്ട്, വിജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ടായി. അപ്പോൾ പോണ വഴിക്ക് അവിടെ ആദ്യം തടുത്തു. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അകത്തേക്ക് വിട്ടു. രണ്ടാമത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തരുണികളെയാണ് ഈ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അനവധി പെൺകുട്ടികളെ അങ്ങോട്ട് വിട്ടു. പെൺകുട്ടികൾ എന്നുള്ളത് ശ്രീശുഖബ്രഹ്മർഷിക്ക് അച്ഛനും അമ്മയും പോലെയാണ്. മാതാവ് എന്ന് കണ്ടുകൊണ്ട് നമസ്കരിച്ചു എന്നാ. ചെറിയ കുട്ടിയാണെന്ന് വെച്ചാലും ഇതിപ്പോൾ ഈ അർഭകഭാവത്തിലുള്ള കുട്ടിയായാലും താരുണ്യമുള്ള കുട്ടിയായാലും കന്യക, അപ്പോൾ ആ ഒരു ഭാവത്തിലായാലും അത് അമ്മമാരായിട്ടേ കണ്ടിട്ടുള്ളൂ. കുമാരി പൂജ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സാരം എന്താ? ആ ഒരു ഭാവത്തിൽ എത്തിയിരിക്കണം, താതാത്മ്യം കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ശ്രീശുഖബ്രഹ്മർഷിയാണ് സമദ്രക്ക്. അത് അവർക്കേ പറ്റുള്ളൂ. എല്ലാം സമമാണെങ്കിലും ഈ സമത്തിലുണ്ട് എന്ത്? യദ്യപി തുല്യദർശനാത്. അങ്ങനെ തുല്യമായിട്ടാണ് കാണുന്നത് എങ്കിലും ഈ നാനാത്വം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടത് നന്നായിട്ട് തന്നെ അറിയുന്ന ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയാക്കിയത്. കരിങ്കല്ലിൻ്റെ സ്വഭാവം, വെട്ടുകല്ലിൻ്റെ സ്വഭാവം, ഉറപ്പില്ലാത്ത കല്ല് കൊണ്ട് പെടുക്കുമ്പോണ്ടാവുന്ന വിഷമം, അതേപോലെ തന്നെ രത്നം, മീഡിയ പൊട്ടാത്തതായിട്ടുള്ള ഭാവമുണ്ട് ചില രത്നങ്ങൾക്കൊക്കെ, വളരെ പ്രയാസ, പൊട്ടില്ലേ. ഡയമണ്ട്, വജ്രം ഒക്കെ എന്തൊക്കെയോ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മുഴുവൻ എനിക്കറിയില്ല, എന്തായാലും അങ്ങനെ ഒന്നുണ്ട്. മുറിയൊക്കെ ഉണങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വജ്രായുധം, അങ്ങനെയുള്ള ഈ സമദ്രക്ക് ആവണമെങ്കിൽ നാനാത്വത്തെ ഉൾക്കൊണ്ട് തന്നെ സൂര്യനെയും ചന്ദ്രനെയും വേറെ വേറെയാണ് കാണുന്നത്. പക്ഷേ സമദ്രക്കാണ്. കാരണം ഭഗവാന്റെ നിയോഗം കൊണ്ട് സൂര്യനായി, ഭഗവാന്റെ നിയോഗം കൊണ്ട് ചന്ദ്രനായി. എന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് സമദ്രക്ക്. അല്ലാണ്ട് എല്ലാം ആണും പെണ്ണും ഒരുമിച്ച് കഴുകുമ്പോൾ കയറലല്ല സമദ്രക്ക്. അങ്ങനെ അന്നത്തെ അതാണ് പാഖണ്ഡം. വക്രിച്ച് പറയാൻ എന്താ ആണിനും പെണ്ണിനും വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ സമദ്രക്കാവണമെങ്കിൽ ആ ജീവനെ സംബന്ധിച്ച് സമദ്രക്ക. പക്ഷേ ലൗകികമായിട്ടുള്ള ഈ അവസ്ഥാഭേദം ഉണ്ടല്ലോ, അത് സമദ്രക്ക് അല്ല. സമമാണെങ്കിലും അത് മറ്റൊരു രീതിയിലാണ്. ആ സമഭാവനയ്ക്ക് വ്യത്യാസമുണ്ട്. ഇനി സമചിത്തത എന്നൊന്നുണ്ട്. അതും ശ്രീശുഖന് സാധിക്കും, നമുക്ക് പറ്റില്ല. നമുക്ക് ഒരാൾ നമ്മളെ കുറേ പുകഴ്ത്തി, കുറേ ധനം തന്നു, നമ്മളെ ഒന്ന് നമസ്കരിച്ചു വെച്ചാൽ നമുക്ക് അയാളെ വലിയ ഇഷ്ടമാണ്. വേറൊരാൾ വന്നിട്ട് നമ്മളെ 2 തല്ലുകയും ചെയ്തു, നമ്മുടെ നിന്നുള്ള മുതലൊക്കെ വാരി കൊണ്ടുപോവുകയും ചെയ്തു, പിന്നെ നമ്മളെ പറ്റി കുറേ കുറ്റവും പറഞ്ഞു എന്ന് കൂട്ടുക. ആ ആളോട് നമ്മൾ എന്താ സാധാരണ പതിവ്? 2 പേര് ഒരേപോലെയാണോ കണക്കാക്കാറും? സമഭാവന, സമചിത്തത നമ്മൾ സഹിക്കൂല ചിലപ്പോൾ. അവർ പ്രതികരിക്കും ചിലപ്പോൾ. ആദ്യത്തെ ആളെ തൊഴിൽ നമസ്കരിക്കുകയൊക്കെ ചെയ്യും, രണ്ടാമത്തെ ആളെ 2 കൊടുക്കുകയും ചെയ്യും. സമചിത്തത ഇല്ല. അപ്പോൾ ഇതൊക്കെ ശ്രീശുഖബ്രഹ്മർഷിക്ക് ഉണ്ട്. അതാണ്. അപ്പം അങ്ങനെയുള്ള സമദ്രക്ക് ആയ നിർവികൽപ, ഒന്നിനെയും വിന്യസിക്കില്ല എന്നതാണ്. നമ്മൾ സങ്കല്പം ചെയ്യും, വികല്പം ചെയ്യും. സങ്കല്പം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ മനസ്സിൽ മനക്കോട്ടയായിട്ട് അതായത് ഇതെന്നൊക്കെ കൂട്ടി വയ്ക്കുക. അത് ഇങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ട് ഇന്ന രീതിയിൽ എന്ന് അനുഭവിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ മൊബൈൽ കാണാനുണ്ട്, പുസ്തകം കാണാനുണ്ട്.
അപ്പോൾ ഈ ഫോട്ടോകളൊക്കെ കാണുന്നത് മറ്റേ വികല്പം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഈ നിർവികൽപ്പ, ഈ വികല്പം ഇല്ല. എന്നാ വികല്പം ഇല്ലേ? പരീക്ഷത്തിന് മുമ്പിൽ വെച്ചുകൊണ്ടല്ലേ ഭാഗവതം പറഞ്ഞത്? പരീക്ഷിത്തായിട്ട് മാറി താൻ സ്വയം, എന്നിട്ടാണ് ഭാഗവതം പറഞ്ഞത്. അതുകൊണ്ട് മുക്തി കിട്ടി. അവിടെ കൂടിയിരിക്കുന്ന അർഹതയുള്ള എല്ലാവർക്കും മുക്തി കിട്ടി. പരീക്ഷത്തിന് മാത്രമല്ല. നമ്മൾ പരീക്ഷത്തിന് മാത്രം മുക്തി കിട്ടിയെന്നാണ് പറയാറ്. അങ്ങനെയല്ല, അവിടെ മുക്തി കിട്ടിയ എത്രയോ ആളുകളുണ്ട്. ശരീരമുള്ളവരും ശരീരമില്ലാത്തവരും, കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവരും, അവരൊക്കെ മുക്തരായി തീർന്നു. നമുക്കും ഭാഗവതം കിട്ടിയത് ഇങ്ങനെയാണ്. വ്യാസനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലം ഇപ്രകാരത്തിൽ കണ്ടപ്പോഴാണ് എന്നാൽ ഞങ്ങൾക്കും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അതെടുത്തത്. അങ്ങനെ നിർവികൽപ്പനായിട്ടുള്ള ഈ ഏകാന്തമതിയായിട്ടുള്ള ഒരൊറ്റ ബുദ്ധിയുള്ളൂ. എന്താ ബുദ്ധി? ഭഗവാൻ. ഞാനും ഭഗവാനും ഒന്നാണ്. അവിടേക്ക് എത്തിയിരുന്നു. ദ്വന്ദ്വം കൂടി കടന്നിറക്കണം. അവിടെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമല്ല, സംഘർഷമൂർത്തിയാണ്. ഭഗവാൻ തന്നെയാണ്. ഇതിൽ വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ പോയി സാധാരണഗതിയിൽ അനിരുദ്ധനും പ്രദ്യുമ്നനും സംഘർഷനും വാസുദേവനും വ്യത്യാസമായിട്ടേ നമ്മൾ പറയുന്നേ പതിവുള്ളൂ. 4 പേരും ഒന്നാണ് എന്ന് അവരുടെ സ്തുതികൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചിത്രകേതു സംഘർഷമൂർത്തിയെ സ്തുതിക്കുന്നത് ഭഗവാൻ തന്നെയാണല്ലോ അങ്ങ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കറുപ്പ് ഷർട്ട് ഇട്ടു, വെളുപ്പ് ഷർട്ട് ഇട്ടു, ചുവപ്പ് ഷർട്ട് ഇട്ടു, അത്രേ വ്യത്യാസമുള്ളൂ. നമ്മൾ മാറുന്നില്ല. ചുവപ്പ് ഷർട്ട് ഇട്ടാൽ രജോ ഗുണമായി, കറുപ്പ് ഷർട്ട് ഇട്ടാൽ തമോ ഗുണമായി, വെളുപ്പ് ഷർട്ട് ഇട്ടാൽ സാത്വിക ഗുണമായി. ഇത്രയേ ഉള്ളൂ. ആള് മാറണില്ല. എന്ന കൂട്ടത്തിൽ ഏകാന്തമതിയാണ് ശ്രീ ശുകബ്രഹ്മർഷി. വ്യാസന്റെ പുത്രനായിട്ടും പരീക്ഷത്തിൻ്റെ ഗുരുവായിട്ടും ആള് ശ്രീ ശുകബ്രഹ്മർഷി തന്നെയാണ്. സനകാദി മഹർഷിമാർ ഭാഗവതം വായിച്ചപ്പോൾ ഭാവത്തിൽ നടനം ചെയ്തു എന്നാണ് ശ്രീ ശുകബ്രഹ്മർഷി. അപ്പോൾ അതും ഇത് ശ്രീ ശുകബ്രഹ്മർഷിയേക്കാൾ താഴെയാണല്ലോ സനകാദി മഹർഷിമാർക്ക് വരിക. സ്ഥാനം കൊണ്ട് 2ാമത്തെ സ്ഥാനമല്ലേ വന്നത്. അപ്പോൾ അവിടെ അംഗീകരിച്ചുകൊണ്ടാണ്. കാരണം എന്താ? അവരിലുള്ള ഈശ്വരനെ കണ്ടു. അതുതന്നെയാണ് ഈ വന്ന ഭഗവാൻ, അതുതന്നെ ഞാൻ. അപ്പോൾ ആ ഭാവത്തെ നടനം ചെയ്ത് കാണിച്ചു എന്നാ. അങ്ങനെ ഏകാന്തമതിയായിട്ടുള്ള ഈ ശ്രീ ശുകബ്രഹ്മർഷി ഉന്നിദ്ര, നിദ്രയിൽ നിന്ന്, മായയിൽ നിന്ന്, അല്ലെങ്കിൽ അത് കടന്നവൻ എന്നർത്ഥം. മായ അതീത്, നിദ്ര അതീത്, ഉറക്കല്ല. അപ്പോൾ സദാസമയത്തും സന്ധ്യാവന്തനൊന്നും വേണ്ട അവർക്ക്. കാരണം സൂര്യൻ എപ്പോഴും ഉച്ചസായില്ല. പിന്നെ എങ്ങനെയാണ് സന്ധ്യാവന്തനം ചെയ്യുക? അല്ലെങ്കിൽ ഉച്ചസന്ധ്യയ്ക്കുള്ള സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സദാസമയത്തും. അതിന് ഇവർക്ക് വെള്ളവും വേണ്ട, അങ്ങനത്തെ ഒരു അന്തരീക്ഷവും വേണ്ട. കാരണം മുഴുവൻ അന്തരീക്ഷം ഇവരാൽ ഉണ്ടാക്കപ്പെട്ടതാ. അവരതിലാണ് ലയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രശ്നമില്ല. കേടുപാടുകളൊന്നും അവരെ സംഭവിക്കില്ല. ദുർഗന്ധം വരില്ല, ചീത്ത ജലം വരില്ല, തീയെ അവരെ പ്രശ്നമാക്കില്ല. അപ്പോൾ ഈ മഹായോഗിയായിട്ടുള്ള നിദ്രാതീതനായിട്ടുള്ള മായ അതീതനായിട്ടുള്ള ഗൂഢ, അതായത് ത്രികൂടസ്ഥൻ എന്ന് ഭഗവാൻ ഒരു പേരുണ്ട്. എന്ന കൂട്ടത്തിൽ അതിൻ്റെ മാക്സിമത്തിലുള്ള ആ ഗൂഢതത്വങ്ങളെ, മർമ്മങ്ങളെ മുഴുവൻ അറിയുന്നതായിട്ടുള്ള, അതീവ രഹസ്യമായിട്ട് സഞ്ചരിക്കുന്ന, ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ആവാൻ കഴിയുന്ന ഭാവമുണ്ട്. ഈശ്വരത്വം, സാർഷ്ടി, അതുണ്ട് ഈ ശ്രീ ശുകബ്രഹ്മർഷി. അതുകൊണ്ട് ഗൂഢ, അവ്യക്തരൂപന, മഹായോഗിയാണ്. തസ്യ, ആ അദ്ദേഹത്തിൻ്റെ, വ്യാസൻ്റെ പുത്രൻ. വ്യാസനും ഇതേ ഗുണങ്ങളുണ്ട്. ശ്രീ ശുകബ്രഹ്മർഷിക്കും അതിനേക്കാൾ ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള പുത്ര ഈ മൂഢ ഇവ മൂഢനെ പോലെ ഈയതെ കാണപ്പെടുന്നു. എങ്ങനെ? നമുക്ക് മഞ്ഞപ്പിത്തമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവിടെയൊക്കെ മഞ്ഞനിറം കാണും. എന്നിട്ട് നമ്മൾ വിചാരിക്കുക അയാൾക്കെന്തോ ഉണ്ടോ, കുഴപ്പമുണ്ട് കേട്ടോ. എന്ത് കുഴപ്പം? നമുക്കാണ്, നമ്മുടെ കണ്ണിനാണ് കുഴപ്പം. പക്ഷെ അത് മറ്റൊരാളിൽ ആരോപിക്കപ്പെടുന്നു എന്നതാണ്. കൃഷ്ണദ്വൈപായനോ ശ്രീ ശുകബ്രഹ്മർഷിക്കോ ഈ മൂഢത ഇല്ല. മൂഢത എന്ന് പറഞ്ഞാൽ തമോഗുണ, തിന്മയാണ്. അതില്ല. രജോ ഗുണം പോലും ഇല്ല. എന്തിനാ? സാത്വിക ഗുണം പോലും ഇല്ല. ശുദ്ധതത്വമാണ്. സാത്വിക ഗുണമായോ പ്രപഞ്ചത്തിലേക്ക് എത്തി. പ്രപഞ്ച അതീതനാണ്, മായ അതീതനാണ്. ദ്വന്ദ്വം കടന്ന ഏകം ആയിരുന്നു, ഏകാന്തമതി എന്നാ. അപ്പോൾ ഇങ്ങനെ ഈ വ്യാസന്റെ പുത്രനായിട്ടുള്ള ഈ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ കേൾപ്പിച്ചതായിട്ടുള്ള ഈ ഭാഗവതം
അത് എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയാൻ നിവൃത്തിയില്ല. അത്രത്തോളം ശ്രേഷ്ഠമാണ്. മഹായോഗിയായിട്ടുള്ള ഈ വ്യാസനായാലും ശ്രീശുക ബ്രഹ്മർഷിയായാലും ഒരു ഭേദഭാവവും ഇല്ലാതെ കണ്ട് എല്ലായ്പ്പോഴും ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചുകൊണ്ട് നടക്കുന്നു. ആത്മാരാമനാണ്. സച്ചിദാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു ഭേദഭാവനയില്ല. ഇങ്ങനെയുള്ള ബ്രഹ്മഭാവത്തിൽ നടക്കുന്ന ആ മായയെ മറികടന്ന, നിദ്രയെ ഇല്ലാത്തതായിട്ടുള്ള, എപ്പോഴും ജാഗ്രതത്തിലുള്ള, നമുക്ക് ജാഗ്രതത്തിലാവാനേ പറ്റില്ല. നമ്മൾ ഉണർന്നിരിക്കുക, എന്നിട്ടും ജാഗ്രതത്തിലല്ല. അപ്പോൾ അങ്ങനെയുള്ള ജാഗ്രതത്തിലിരിക്കുന്ന ഈ മഹാഋഷിയായിട്ടുള്ള മഹാമുനി ഇങ്ങനെ അന്യന്മാരാൽ കാണപ്പെടാത്തതായിട്ടുള്ള, അറിയപ്പെടാത്ത, പ്രത്യേക രൂപമില്ലാത്തതായിട്ടുള്ള ഇങ്ങനെ മൂഢനെ പോലെ വ്യാപരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് തോന്നിയെന്ന ശൗനകാദി മഹർഷിമാർ പറയാണ്. എന്താ അങ്ങനെ വരാൻ കാരണം? പരീക്ഷത്തിന് ഇവിടെ വന്നിട്ട് ഭാഗവതം പറഞ്ഞു കൊടുത്തില്ലേ എന്നാ ചോദ്യം. അതിനാണ് ഇപ്പം ഈ വാക്ക് പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ഈ വസ്ത്രമില്ലാതെ നടക്കുന്ന, ഒരലങ്കാരങ്ങളില്ലാതെ സ്നാനാദികളൊന്നുമില്ല. സ്നാനത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ശുദ്ധ സത്വമാണ്. അപ്പം അതുകൊണ്ട് സ്നാനത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ശുദ്ധീകരണത്തിൻ്റെ വിഷയമില്ല. അത്ര പരിശുദ്ധമാണ്. അപ്പം അതുകൊണ്ട് ശുദ്ധസത്വമായിട്ടുള്ള ഏകാന്തമതിയായിട്ടുള്ള ആ ശ്രീശുക ബ്രഹ്മർഷി ഇപ്രകാരത്തിൽ അത് ചെയ്തുവല്ലോ. അത് എന്തിനു ചെയ്തു എന്ന് ചോദിക്കാനാ. ശ്രീശുക ബ്രഹ്മർഷിയുടെ മഹത്വത്തെ കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സംശയങ്ങളെ ഇപ്രകാരത്തിൽ ചോദിക്കുകയാണ്. ചോദിക്കുന്നത് നെഗറ്റീവാണ്, ഉത്തരം പോസിറ്റീവാണ്. ചോദ്യത്തിൽ തന്നെ പോസിറ്റീവാണ്. രണ്ട് നെഗറ്റീവ് കൂടി കഴിഞ്ഞാൽ പോസിറ്റീവ് ആവുമല്ലോ എന്ന കൂട്ടത്തിൽ ഇവിടെ ഈ നെഗറ്റിവിറ്റി ലെവലേശം ഇല്ലാത്ത രീതിയിലാണ് ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്നത് എന്ന് അറിയണം. അല്ലെങ്കിൽ മൂഢ ഇല്ല പോലെ എന്നാണ്. ഇല്ല, ലെവലേശമില്ല മൂഢത. അങ്ങനെയാണ്. തസ്യപുത്രോ മഹായോഗി, ആ വ്യാസന്റെ പുത്രനായിട്ടുള്ള മഹായോഗിയായിട്ടുള്ള സമദൃക്ക് ആയിട്ടുള്ള ഈ സമദൃക്കുണ്ട്, സമഭാവനയാണ്, സമചിത്തതയാണ്. അങ്ങനെയുള്ള ആ ശ്രീശുക ബ്രഹ്മർഷി നിർവികൽപ. കാരണം ഇതൊന്നും ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ല എന്നർത്ഥം. ഈ ദ്വന്ദ്വം ഇല്ല. ദ്വന്ദ്വം ഉണ്ടെങ്കിലേ കൽപ്പുള്ളൂ. സങ്കല്പ വികല്പാദികൾ ഈ ദ്വന്ദ്വം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതില്ലാത്ത ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഏകാന്തമതിയാണ്. സദാസമയത്തും ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നിദ്രനാണ്. നിദ്രയെ മറികടന്ന, മായയെ മറികടന്ന എപ്പോഴും ജാഗ്രതത്തിലുള്ള അവസ്ഥയാണ്. എന്നിട്ടും ആ ഗൂഢനായിട്ടുള്ള, അതായത് ഏറ്റവും മാക്സിമത്തിൽ എല്ലാ ദിക്കിലും നമ്മൾ സാക്ഷിയായിട്ട് ഭഗവാനെയൊക്കെ പറയാറില്ല. എല്ലാവരിലും ആ സാക്ഷിഭാവത്തിൽ, അന്തര്യാമി ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഇദ്ദേഹം എന്തിനാ മൂഢ ഭാവത്തിൽ സഞ്ചരിക്കുന്നത്? ദേഹം മൂഢം എന്നുള്ളത് തമോ ഗുണമാണെന്ന് പറഞ്ഞല്ലോ. ദേഹം സ്വീകരിച്ച് വന്നത് എന്തിന് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപത്തെ സ്വീകരിച്ച് വന്നു. മൂഢ ഇവ, തമോ ഗുണം. അതാണ് നമ്മുടെ ഈ ശരീരം നമുക്ക് മാക്സിമത്തിൽ മാക്സിമമാണ് മൂഢാവസ്ഥ. അവിടെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കാണാനില്ല. യഥാർത്ഥത്തിൽ ആ ശരീരത്തിൽ ശരീരാവസ്ഥ തന്നെ ഇല്ല. ശാരീരികമായിട്ടുള്ള യാതൊരു ചേഷ്ടകളും ഇല്ല. അതുകൊണ്ട് നകുന്നത് വിഷയമല്ല. അതേപോലെ ആഹാരാദികൾ വേണ്ട. നമ്മൾ പ്രായോപവേശം ചെയ്യണം. അദ്ദേഹത്തിന് പ്രായോപവേശം വേണ്ട. കാരണം മരണമില്ല. മരണം ഉണ്ടെങ്കിലേ അതുവരെ ആഹാരം കഴിക്കണ്ടെന്ന് വയ്ക്കാറുള്ളത്. അതില്ല, മരണമില്ല. ഇങ്ങനെ തോന്നപ്പെടുന്നു, കാണപ്പെടുന്നു, അറിയപ്പെടുന്നു. അതാണ് ഈയത്. വെറുതെ കാണുന്നില്ല, കാണപ്പെടുന്നു, അറിയപ്പെടുന്നു, തോന്നപ്പെടുന്നു. അപ്പം അതെല്ലാം എന്താ മിഥ്യയാണ്. അതാണ് തസ്യപുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. 3ഉം 4ഉം 2 ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് വ്യാസൻ്റെയും ശ്രീശുക ബ്രഹ്മർഷിയുടെയും വ്യത്യാസത്തെ കാണിച്ചു തരാനുള്ളൊരു ശ്ലോകമാണ്. അത് അടുത്തതിൽ പറയാം. നാരായണ നാരായണ.